ഒരു നിമിഷമെങ്കിലും അവർ ആലോചിക്കേണ്ടതല്ലേ തങ്ങൾ ചെയ്യുന്നത് മാധ്യമധർമ്മത്തിന് ചേരുന്നതാണോ എന്ന്? ഒരാൾക്കോ രണ്ടു പേർക്കോ തെറ്റുപറ്റാം, ഒന്നോ രണ്ടോ മാധ്യമങ്ങൾക്കും തെറ്റുപറ്റാം. പക്ഷേ എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ തെറ്റ് ആവർത്തിക്കുമ്പോൾ അതിനെ അബദ്ധത്തിൽ പറ്റിയതെന്ന് കരുതാനാവില്ല. വളരെ കൃത്യമായ ഗൂഢാലോചന വ്യാജവാർത്തയ്ക്ക് പിന്നിൽ നടന്നു എന്ന് കരുതിയാൽ അവരെ കുറ്റം പറയാനുമാകില്ല. രാവിലെ മുതൽ നൽകിയ വാർത്തകൾ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും കാണുന്നത്. അവരിൽ 1% പോലും ഈ വാർത്ത തെറ്റാണെന്ന് അറിയുന്നില്ല. അബദ്ധമാണെന്ന് കരുതി മറക്കാൻ കഴിയാത്ത അപരാധമാണ് സംസ്ഥാനത്തെ മാധ്യമങ്ങൾ ചെയ്തത്. എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു പറ്റം മനുഷ്യരെ ബാധിക്കുന്ന വാർത്തയാണെന്നെങ്കിലും ഓർക്കണമായിരുന്നു പ്രിയ സുഹൃത്തുക്കളെ. ഈവനിംഗ് ഡിബേറ്റ് ആരംഭിക്കുന്നു. മാധ്യമപ്രവർത്തകൻ എ സജീവൻ ചേരുന്നു. ശ്രീ സജീവൻ, ഇന്നലെ രാവിലെ മുതൽ ഈ വാർത്ത എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ കൊടുക്കുകയാണ്. അതിശക്തമായ വിമർശനങ്ങൾ എല്ലാ കോണിൽ നിന്നും ഉയരുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിന് താഴെ ലക്ഷക്കണക്കിന് കമൻറ്റുകളാണ് ഓരോ ചാനലിൻ്റെയും വാർത്തയ്ക്ക് താഴെയായി വരുന്നത്. ഞാൻ ട്രെയിനിൽ കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് 2-3 പേർ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് ഈ വാർത്ത കാണുന്നത്. അപ്പോഴാണ് ഈ വാർത്തയെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കുന്നത്. നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വാർത്ത കാണുന്നു. അവസാനം വൈകിട്ടാവുമ്പോൾ ആ വാർത്ത തെറ്റാണ് എന്ന തരത്തിൽ കാര്യങ്ങൾ വരുന്നു. സർക്കാർ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പക്ഷേ അവർ വിജയിച്ചു എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം ആസൂത്രിതമായ ഒരു വാർത്തയായി ഇതിനെ അവതരിപ്പിച്ച സുഹൃത്തുക്കൾ ആരായാലും അവരുടെ ലക്ഷ്യം ഈ വാർത്ത സത്യമായിരിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. സജീവൻ, അവർ വിജയിച്ചു എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഇന്ന് എനിക്ക് അനുഭവത്തിൽ വന്നു. ഇന്നലെ ഈ വാർത്ത രാവിലെ വരുന്നു, വൈകുന്നേരം ആകുമ്പോഴേ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നു. ഇത്തരം തെറ്റായ വാർത്തകൾ കൊടുക്കരുത് എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരെല്ലാവരും പല ആളുകളും പറയുകയും ചെയ്തു. എന്നിട്ടും ഇന്ന് രാവിലെ ഞാൻ 6 മണിക്ക് ഒരു സിറ്റി ബസ്സിൽ കയറിയിരുന്നു. 6-7 കിലോമീറ്റർ യാത്രക്കിടയിൽ അതിലുള്ള കുറച്ച് യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബസ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഈ വാർത്ത സത്യമാണ് എന്ന നിലയിലാണ്. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മറ്റും അതിഭീകരമായിട്ട് അപഹസിച്ചുകൊണ്ടാണ് ഓരോ ആളുകളും സംസാരിക്കുന്നത്. ഞാൻ അതിലിടപെട്ടില്ല, ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഇടപെട്ടിട്ട് അവരെ തർക്കിക്കുന്നതിൽ കാര്യമില്ലെന്ന് എനിക്ക് ബോധ്യം തോന്നി. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു അനുഭവം അത് ഇപ്പോഴും ഈ വാർത്ത തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അത് തയ്യാറാക്കി കൊടുത്ത ആളുകൾക്കൊക്കെ ഒരുപക്ഷെ നേരത്തെ അവർക്ക് അറിയാമായിരിക്കും തെറ്റായ വാർത്തയാണ് കൊടുക്കുന്നത്. എന്തായാലും അത് അറിയാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് അവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ ഇത് ഇപ്പോഴും ശരിയായ വാർത്തയാണ്. വളരെ മോശമായ ഒരു കാരണം മൃതദേഹം അടക്കം ചെയ്യാൻ വേണ്ടി ചെലവഴിച്ച തുകയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങേയറ്റമാണ് സർക്കാരിനെ അപഹസിക്കുന്നത്. എന്തോ ഒരു നികൃഷ്ട വസ്തുവാണ് സംസ്ഥാന സർക്കാർ എന്ന രീതിയിലാണ് പലരുടെയും പ്രതികരണം. അത് ഒരിക്കൽ പോലെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച ഒരാള് പക്ഷെ അയാൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല, അയാൾക്ക് ഇതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. ഇത് എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് രാവിലെ ഒരു അരമണിക്കൂർ നേരത്തിനിടയിൽ ഉണ്ടായിട്ട് ഈ അനുഭവം എനിക്ക് തോന്നി ഇപ്പോഴും കേരളത്തിലെ ജനങ്ങളിൽ ഈ വാർത്ത കേട്ടിട്ടുള്ള ഈ വാർത്ത കണ്ടിട്ടുള്ള ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും വിചാരിക്കുന്നത് ശരിയാണ് എന്നായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഇത് വലിയ ഭീകരമായ രൂപത്തിൽ പ്രചരിച്ചു. ഇതൊക്കെ ആളുകൾക്കിടയിലേക്ക് നിൽക്കുന്നുണ്ട്. ഇത് എക്കാലത്തും ഇത് എത്രമാത്രം തെറ്റാണ് എന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാലും പിന്നീടൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുള്ള ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഇത്. സത്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ 10-40 വർഷമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന റിപ്പോർട്ടിങ്ങിൽ 10-28 വർഷത്തിലേറെ കാലം ഉണ്ടായിരുന്ന ഉള്ള നിലയ്ക്ക് എനിക്ക് നാണം തോന്നുകയാണ്. ഇങ്ങനെ വാർത്ത കൊടുക്കരുത് എന്ന് ആണ് നമ്മൾ പത്രപ്രവർത്തനം പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. ഇത്തരം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ തനിക്ക് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായ ബോധ്യമില്ലാത്തവനാണെങ്കിൽ അതിന്റെ 2 വശവും കൊടുക്കണം, മറ്റൊരു എതിർഭാഗത്തോട് കാര്യങ്ങൾ ചോദിക്കണം, എന്നിട്ട് വസ്തുത മനസ്സിലാക്കിയിട്ട് വാർത്ത കൊടുക്കണം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു ചോദ്യവുമില്ല, ഉത്തരവുമില്ല, കണ്ടതും കേട്ടോ അതേപടി കൊടുക്കുന്നു. അത്ഭുതം തോന്നുന്നത് ഒരാൾക്കൊക്കെ തെറ്റുപറ്റുന്ന പണ്ട് കാലത്തൊക്കെ സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ്.
നമ്മൾ കൊടുക്കുന്ന വാർത്തയുടെ വെറാസിറ്റി ചിലപ്പോ വേണ്ട രീതിയിൽ അന്വേഷിക്കാൻ പറ്റാതെ പോകുമ്പോഴോ തെറ്റായ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ തന്നിട്ട് അത് പ്ലാൻ ചെയ്യാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോഴൊക്കെ വരുന്ന അബദ്ധങ്ങളുണ്ട്. അത്തരം അബദ്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ നിർവ്യാജം ഖേദിച്ചുകൊണ്ട് ആ വാർത്ത തിരുത്തുക എന്ന് പറയുന്നത് പണ്ട് കാലത്തെയുള്ള ഒരു രീതിയായിരുന്നു. ചില പത്രങ്ങളൊക്കെ അക്കാലത്ത് പണ്ട് കാലത്ത് ആഴ്ചയിൽ ഒരു കോളം ഇതിനായിട്ട് മാറ്റിവെച്ചിരുന്നു. ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞവര് അവർക്ക് പറ്റുന്ന തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് പോകുന്ന രീതി ഉണ്ടായിരുന്നു. അതൊരു മാനുഷികമായിട്ട് രീതിയാണ്, കർത്തവ്യവും കടമയുമാണ്. അതൊന്നും ഇപ്പോ ഇല്ല. ഇത് കൊടുത്ത ഇന്നലെ ഇത് കൊടുത്ത പത്രങ്ങള് ഇന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നലെ കൊടുത്ത ചാനലുകൾ വൈകുന്നേരത്തിലാകുമ്പോൾ ഞങ്ങൾ കൊടുത്തത് മുഴുവൻ തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായ രൂപത്തിൽ കൊടുക്കില്ല വേണ്ടത്. ആ തെറ്റ് അവർ ഏറ്റുപറയുകയല്ല വേണ്ടത്. അതിന് പകരം അതൊന്നുമില്ല. അത്തരം കൊടുത്തത് അതേപടി നിന്നു. തെറ്റാണെങ്കിൽ ഞങ്ങൾ മിണ്ടുന്നില്ല എന്ന രീതിയിൽ ഞങ്ങൾ ഒന്ന് ഇനി തിരുത്താൻ ഭാവമില്ല. ശ്രീ സജീവൻ, ഇന്നലെ രാത്രി ഏതാണ്ട് 4 മണിയോടുകൂടി തന്നെ സർക്കാരിന്റെ വിശദീകരണം വരുന്നു, മുഖ്യമന്ത്രിയുടെ വിശദീകരണം വരുന്നു, മന്ത്രിമാരടക്കമുള്ളവർ ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നു. എന്നിട്ട് രാത്രി 8 മണി ചർച്ചയിൽ പ്രമുഖ മാധ്യമങ്ങളുടെ അവതാരകർ പോലും ഇത് ഏതാണ്ട് പൂർണ്ണമായും ശരിയാണ് എന്ന് മട്ടിൽ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരെ ക്രൂശിക്കുകയാണ്. ഇത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കും എന്നുള്ള വിഷമസന്ധിയിലാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും പ്രതിനിധികൾ. ഈ നേരത്തെയൊക്കെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു തെറ്റ് ഒരു പത്രത്തിൽ വന്നാൽ അത് വായിക്കുന്ന ആൾക്കാർ മാത്രമേ അത് കാണുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്നൊരു തെറ്റ് ഇപ്പോൾ രാവിലെ ഒരു മാധ്യമത്തിൽ ആ വാർത്ത വരുന്നു, അതിനുശേഷം എല്ലാ മാധ്യമങ്ങളിലും വാർത്തകൾ വരുന്നു. അതിങ്ങനെ ഷെയർ ചെയ്ത് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഈ ഫണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് പിരിക്കുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായ മറ്റൊരു പ്രചരണം നടത്തിയിരുന്നു. ഇതിലേക്ക് ഫണ്ട് കൊടുക്കരുത്, ഇത് അഴിമതിയാണ്, ഇത് ധൂർത്താണ് എന്ന തരത്തിൽ വലിയ തോതിൽ പ്രചരണം നടത്തിയിരുന്നു. അതിനെയൊക്കെ പക്ഷേ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. വലിയ തോതിൽ ജനങ്ങൾ അതിലേക്ക് സംഭാവന ചെയ്യാൻ മുന്നോട്ട് വരുന്നു. അതിനുശേഷം വീണ്ടും കൃത്യമായ ഒരു ഇടവേളയിൽ ഈ ഒരു വാർത്ത പ്ലാൻ ചെയ്യുകയാണ്. ഈ വാർത്ത പ്ലാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ പൈസ കൊടുത്തവർക്ക് പോലും മനസ്സിലൊരു വിഷമം ഉണ്ടാകും. അയ്യോ, ഇത്രയും അഴിമതിയാണല്ലോ ഇതിനകത്ത് നടക്കുന്നത് എന്ന്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇതിൻ്റെ പിന്നിൽ നടന്നു എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. സജീവൻ, തീർച്ചയായിട്ടും ഇത് ആസൂത്രിതമാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഈ അബദ്ധത്തിൽ ഒരു കാര്യം ഒരാൾക്ക് പറ്റിപ്പോയാൽ വേറെയുള്ള ആളുകൾ അത് ഏറ്റുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരേപോലെയാണ്, ഒരേ ആവേശത്തോട് കൂടിയിട്ട്, ആവേശം എന്ന് പോലും പറഞ്ഞ അത്യാവേശത്തോട് കൂടിയിട്ടാണ് ഈ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന ഘട്ടത്തിലെങ്കിലും, അങ്ങനെ പറയുന്ന ഘട്ടത്തിലെങ്കിലും തങ്ങൾ കൊടുത്തിട്ടുള്ള തെറ്റാണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു കടമ ഈ മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അത് ചെയ്തില്ല മാത്രമല്ല, അങ്ങനെ ചെയ്യാൻ ഉള്ള ബാധ്യത അല്ല. ഇനിയിപ്പോ അവരെ വെരിഫൈ ചെയ്തിട്ട് മുഖ്യമന്ത്രി പറയുന്നൊക്കെ തെറ്റാണെന്ന് വെക്കാം, എന്നാൽ അവർക്ക് കൊടുക്കാമല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഇന്ന അബദ്ധങ്ങളാണുള്ളത്, ഇതൊന്നും ശരിയല്ല, ഞങ്ങൾ കൊടുത്താണ് ശരിയെന്നെങ്കിലും അവർ പറയേണ്ടത്. അത് വാർത്ത കൊടുത്ത് ഒളിച്ചോടുന്ന രീതിയിലേക്കാണ് പോയത്, വളരെ കൃത്യമായ രൂപത്തിൽ. അതല്ലെങ്കിൽ സംഭവിച്ചൊരു തെറ്റ്, ആ തെറ്റ് ഏറ്റുപറയുക എന്ന് പറയുന്ന മാന്യത എല്ലാ ആളും മാനുഷികമായിട്ട് രീതിയാണ്. നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റ് ഏറ്റുപറയുന്നതിലാണ് നമ്മുടെ മഹത്വം കിടക്കുന്നത്. അത് മാധ്യമങ്ങൾക്ക് ഏറ്റുപെടുന്ന ഒരു വ്യക്തിയല്ല അത് കാര്യങ്ങൾ അറിയിക്കുന്നത്. ഇത് തങ്ങൾ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പോകുന്നു. പണ്ടൊക്കെ പത്രത്തിൽ ആ ദിവസം കഴിഞ്ഞാൽ പിന്നീട് അതോടുകൂടി ആ വാർത്തയ്ക്ക് പ്രാധാന്യമില്ലാതെയായിരിക്കും. ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടക്കണം. ഈ കൺവെൻഷണൽ മീഡിയയിൽ വരുന്ന, വിഷ്വൽ മീഡിയയിൽ വരുന്ന ഇതേ കാര്യം തന്നെ അവര് തന്നെ പല കഷ്ടങ്ങളായിട്ട് തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എക്കാലത്തും അവിടെ നിൽക്കും. കുറെ കഴിഞ്ഞിട്ട് ഈ തിരുത്തിയ കാര്യങ്ങൾ, തെറ്റാണെന്ന് പറഞ്ഞ കാര്യമൊക്കെ മറക്കുകയും LDF സർക്കാർ ഇക്കാലത്ത് ഇങ്ങനെ ഈ രീതിയിലാണ്, പിണറായി സർക്കാർ വളരെ ക്രൂരമായ രൂപത്തിൽ ഒരു ദുരന്തത്തെ അഴിമതിയിലേക്ക് കൊണ്ടുപോയി എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കാനുള്ള വഴിവെക്കും. അതൊക്കെ അത് ശരിയല്ല. തങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ജനങ്ങളോട് ചെയ്യുന്ന പാതകമാണെന്നുള്ളൊരു കാര്യം ഇവർ നോക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ സംഭവം ഉണ്ടായിട്ട് ഇവിടെ 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. ഈ ഒരു കേന്ദ്രമന്ത്രിയെ ഇത് പഠിക്കാനായിട്ട് ഏൽപ്പിച്ചെന്നൊക്കെ വാർത്ത ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചിട്ട് അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കണമല്ലോ. മറ്റേ കേന്ദ്രമന്ത്രി സ്വാഭാവികമായിട്ടും
അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് നേരിട്ട് പ്രധാനമന്ത്രിക്ക് എല്ലാം കൊടുക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനുശേഷം പ്രധാനമന്ത്രി ഇവിടെ വന്നു. പ്രധാനമന്ത്രി വന്നിട്ട് മുഖ്യമന്ത്രി നിവേദനം കൊടുത്തു സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. മറ്റ് പല സംസ്ഥാനങ്ങളെയും കൈയയച്ച് സഹായിക്കുന്ന കേന്ദ്രം ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2018 വെള്ളപ്പൊക്ക കാലത്ത് നമ്മൾ കണ്ടാണല്ലോ, ഹെലികോപ്റ്റർ അയച്ച് സഹായിക്കുന്നു എന്ന് വാർത്ത വന്നു. പക്ഷേ ഹെലികോപ്റ്റർ അയച്ചപ്പോൾ നാവികസേനയുടെ ഹെലികോപ്റ്ററിന് വേണ്ട എല്ലാ ചെലവും നമ്മൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ, സംസ്ഥാനം കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ഇതേപോലെ ഇപ്പൊ പ്രധാനമന്ത്രി വന്ന് പോയിട്ട് ഒരു ദുരന്തം ഉണ്ടായിട്ട് അവിടെ ഇനി വീണ്ടും ആ ജനങ്ങൾക്കൊരു ജീവിക്കാനുള്ള ഉപാധികളും താമസിക്കാനുള്ള സൗകര്യങ്ങളും അവരുടെ ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പുനർനിർമ്മിക്കേണ്ട അത്യാവശ്യം വന്നു നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു ചില്ലിക്കാശ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇത്തരം വാർത്ത വരുമ്പോൾ ഇത്തരം വാർത്ത കൊടുത്തവർ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത് എത്രമാത്രം കേന്ദ്രത്തെ കൈയൊഴിയാമല്ലോ, അവിടെ ദൂർത്താണ് നടക്കുന്നത്, ഞങ്ങൾ എന്തിനാണ് കാശ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് കൈയൊഴിയാനുള്ള എല്ലാ അവസരവും സൃഷ്ടിക്കുകയാണ്. തീർച്ചയായിട്ടും അത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ സജീവൻ അത് തന്നെയാണ്. അതായത് 19 ദിവസമായി ഈ ദുരന്തമുണ്ടായിട്ട് നയാ പൈസ സംസ്ഥാന സർക്കാരിന് ഇതുവരെ കേന്ദ്രം തന്നിട്ടില്ല. ഒരു അഡ്വാൻസ് തുക പോലും നൽകാൻ അവർ തയ്യാറായിട്ടില്ല. ഇവിടെ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കൂ എന്നാണ് ഇന്നലെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. കേരളത്തിന് എന്തുകൊണ്ട് പൈസ തരുന്നില്ല എന്ന് ചർച്ച ചെയ്യാൻ കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ തയ്യാറാകുന്നു എന്ന് കൂടി നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഈ ഒരു ദുരന്ത സമയത്ത് കയ്യും മെയ്യും മറന്ന് ഒറ്റക്കെട്ടായി നിന്ന കേരളത്തിലെ ജനങ്ങൾ, പ്രതിപക്ഷം പോലും അക്കാര്യത്തിൽ അങ്ങേയറ്റം മര്യാദയാണ് കാണിച്ചത്. പക്ഷേ മാധ്യമങ്ങൾ ഇന്നലെ കാണിച്ച ഈ ഒരു അധമ പ്രവൃത്തി, അതിന് പരിഹാരമില്ല. കാരണം അത്രമാത്രം മോശപ്പെട്ട രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്ക് ഈ പറയുന്ന പോലെ ഒരു മനസാക്ഷി കുത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഏതൊരു മാധ്യമ പ്രവർത്തനം. അവനവൻ ഒരു വാർത്ത അറിയാതെയെങ്കിലും തെറ്റായി കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്ന ഒരു, നമ്മൾ സ്വയം പറയില്ലേ ചേ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യമുണ്ട്. ഇവിടെ അതൊന്നുമില്ല. ഈ കിട്ടിയ ഒരു വാർത്ത ഏതോ ഒരു പോയിന്റിൽ നിന്ന് ഒരു വാർത്ത എല്ലാവർക്കും എത്തിക്കുന്നു. ആ വാർത്ത എടുത്ത് അതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ മന്ത്രിമാരുമായും ബന്ധമുള്ള മാധ്യമപ്രവർത്തകരില്ലേ? അവരെ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കേണ്ടതല്ലേ? അത്തരത്തിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഒരേപോലെ ഏതാണ്ട് വൈകിട്ട് വരെ ഈ വാർത്തകൾ ഇങ്ങനെ തുടർച്ചയായി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തെ ഒരു പോയിന്റിലും സഹായിക്കാത്ത കേന്ദ്രത്തോട് ചോദ്യമില്ല, കേന്ദ്രത്തിലെ മന്ത്രിമാരോട് ചോദ്യമില്ല, അതിനെക്കുറിച്ച് ചർച്ചയില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ സർക്കാരിനെ, ഈ ദുരന്ത വേളകളിലെല്ലാം ജനങ്ങളെ ഇത്രയും സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു സർക്കാരിനെ, ശരി ഇത് കഴിഞ്ഞിട്ട് പോരായ്മകളുണ്ടെങ്കിൽ ചർച്ച ചെയ്യാമല്ലോ, ചർച്ച ചെയ്യാം, ആ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം, വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാം, ആരും അതിനെതിരല്ല. പക്ഷേ ഇത് കേന്ദ്രം നയാ പൈസ പോലും സഹായം നൽകാത്ത ഒരു സാഹചര്യത്തിൽ ആ സഹായം വാങ്ങിയെടുക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ അതാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഈ പറയുന്നത് പോലെ അത് കേന്ദ്ര സർക്കാരിനും അറിയാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നതെന്ന്. അതിനെ എന്തോ വലിയ തോതിൽ 75,000 രൂപ ഒരു ശവസംസ്കാര ചടങ്ങിന് സർക്കാർ ചെലവാക്കിയെന്ന മട്ടിലാണ് ഈ വാർത്തകൾ വരുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ ആരായാലും ചോദിച്ചു പോവില്ലേ, എന്തോ സർക്കാരാണിത്, എന്തൊരു അഴിമതിയാണിത്, എന്തൊരു ദൂർത്താണിത് എന്ന്. അത് തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചത്. അവർക്ക് കേന്ദ്രത്തോട് ചോദ്യമില്ല. സജീവൻ, തീർച്ചയായിട്ടും ഇത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്രം ഇത്രയും കാലമായിട്ട്, ഇത് 50 ദിവസം കഴിഞ്ഞു, 2 മാസം ആകാൻ പോവുകയാണ്. ഈ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ദുരന്ത മുഖത്ത് തന്നെ വേണ്ട സഹായം ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങള് കഷ്ടപ്പെട്ടതിന് 5-10 കൊല്ലം കഴിഞ്ഞിട്ട് കേന്ദ്രം സഹായിക്കാമെന്നല്ലല്ലോ. ഏത് സംസ്ഥാനമാണെങ്കിലും കേന്ദ്രമാണെങ്കിലും സർക്കാരിന്റെ ഭരണകൂടം ചെയ്യേണ്ടത് അപ്പോൾ വേണ്ട ജനങ്ങളുടെ ആശ്വാസത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ 2 കേന്ദ്രമന്ത്രിമാർ വന്നു. അതിലൊരാളാണ് പറഞ്ഞത് നിങ്ങൾ പോയി ചോദിക്കൂ. മുഖ്യമന്ത്രിയോട് ചോദിക്കുമെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ജനങ്ങളോട് കാണിക്കുന്ന ഒരു ഉത്തരവാദിത്വം, തനിക്ക് വോട്ട് ചെയ്ത ആളുകളല്ല വയനാട്ടിലുള്ളതെങ്കിൽ പോലും വയനാട്ടിലും ഞാൻ പോയി മത്സരിക്കുന്നൊക്കെ നേരത്തെ പറഞ്ഞ ആളാണല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ജനങ്ങളോടുള്ളൊരു കർത്തവ്യം അദ്ദേഹം നിറവേറ്റേണ്ടതല്ലേ? മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നതാണ് പറയേണ്ടത്. അതൊരു രീതി. കേന്ദ്രം ചെയ്തില്ല എന്നുള്ള കാര്യത്തിന് അതാണ് സത്യത്തിൽ നമ്മൾ അതിനിശിതമായ രൂപത്തിൽ വിശകലനം ചെയ്യേണ്ടത്, മാധ്യമ ചർച്ചയാക്കി മാറ്റേണ്ടത് അതാണ്. ഇത്ര കാലമായിട്ടും ഒന്നും തന്നില്ല.
അതിനേക്കാൾ ഭീകരമായ ഒരു അനുഭവം നമുക്ക് 2018 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നാവികസേനയുടെ ഹെലികോപ്റ്റർ അയച്ചതിന്റെ പേരിൽ അതിന്റെ മുഴുവൻ കണക്കും പറഞ്ഞിട്ട് അത് മുഴുവൻ തിരിച്ചു കൊടുക്കണം എന്ന ഒരു തിട്ടൂരം ഇറക്കിയുള്ള കേന്ദ്ര സർക്കാരാണിത്. അത് കഴിഞ്ഞ് ഇത്ര വർഷം 6 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അനുഭവം ഇതേപോലെ തന്നെ ആവുമ്പോൾ നമ്മൾ അതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് ശബ്ദമുയർത്തണ്ടേ? സത്യത്തിൽ ഈ മാധ്യമ പ്രവർത്തകരൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം തന്നെ കോൺഗ്രസ് കെ മുരളീധരനെങ്കിൽ അത് പറയാനുള്ള ഒരു നട്ടലുണ്ടായി. അദ്ദേഹം പറഞ്ഞു ഇത് ചെയ്ത് തെറ്റാണ്, കേന്ദ്രം 5 ജില്ലി കാശ് തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് പഠിക്കുകയാണ് വേണ്ടത്. ഈ തെറ്റായ രീതിയിൽ ആളുകൾക്കിടയിലേക്ക് ഇപ്പൊ സർക്കാരിനോടോ മുഖ്യമന്ത്രിയോടോ ഒക്കെ വിരോധം ഉണ്ടാവാം. നമുക്ക് ആ വിരോധമൊക്കെ തീർക്കുന്നത് വ്യക്തിപരമായിട്ടല്ല. തീർച്ചയായും സർവവും നഷ്ടപ്പെട്ട് ബന്ധുക്കളെ മുഴുവൻ നഷ്ടപ്പെട്ട് സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് വീട് പോലും നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ മനുഷ്യരോട് ഇത് വേണമായിരുന്നോ എന്ന് ആലോചിക്കേണ്ടത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളാണ്. വയനാട്ടിലെ ഡിവൈഎഫ്ഐയുടെ നേതാവ് റഫീഖ് കൂടി ചേരുന്നു. റഫീഖ്, ഇന്നലെ ഈ വാർത്തയൊക്കെ കണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകുമല്ലോ. അവിടുത്തെ ജനങ്ങളുടെ, അവിടുത്തെ പ്രവർത്തകരുടെ ഒക്കെ ഒരു വികാരം എന്തായിരുന്നു ഈ ഒരു വ്യാജ വാർത്ത കാണുമ്പോൾ? ഇവിടെ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടുകാരോടുള്ള, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടുകാരോടുള്ള മാധ്യമ പ്രവർത്തകരുടെ ഉൾപ്പെടെയുള്ളവരുടെ യാതൊരു മനസാക്ഷിയും ഇല്ലാത്ത ചതിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത് കേവലമായി നമ്മൾ വ്യാജ വാർത്ത എന്നതിനപ്പുറത്തേക്ക് ഇതിന് പലതരത്തിലുള്ള മാനങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതിനെ അതിജീവിക്കാൻ, സമാനതകളില്ലാത്ത ദുരന്തമുഖത്ത് അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. പതുക്കെ പതുക്കെ കേരളത്തിലെ ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി വയനാട്ടിലെ ജനത കരകയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചുരമലയിൽ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം നമുക്ക് എല്ലാവർക്കും ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഗവൺമെന്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഏത് തരത്തിലുള്ള കാര്യങ്ങൾക്കും കേരളത്തിലെ ഗവൺമെന്റ് ഒപ്പം നിന്നുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഈ ഗവൺമെന്റിനെ വളരെ മോശമായി ജനങ്ങൾക്ക് മുമ്പിൽ ചിത്രീകരിക്കണം. അതിലൂടെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണം ഉൾപ്പെടെ തടയണം എന്ന രൂപത്തിലുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഒരു വശം. അതാണ്. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് നമുക്കറിയാം, പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിച്ചു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വയനാട്ടിലെ ജനങ്ങൾ ആകെ അതിനെ കണ്ടത് നമുക്കറിയാം. വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി ഈ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നതിന്റെ ഭാഗമായി കൃത്യമായ ഒരു സഹായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഇപ്പോഴും മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇത്ര ദിവസം പിന്നിടുമ്പോൾ 47-48 ദിവസങ്ങൾ 50ഓളം ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇപ്പോഴും ഒരു പണവും പ്രഖ്യാപിച്ചിട്ടില്ല എന്നൊരു വശം അവിടെ നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെടുന്ന ചർച്ചകൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്ര ദിവസം പിന്നിട്ടിട്ടും കേന്ദ്ര ഗവൺമെന്റ് പണം തരുന്നില്ല എന്ന ചർച്ച ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് ഈ രൂപത്തിൽ ഗവൺമെന്റ് അനാവശ്യ കണക്കാണ് നൽകിയിരിക്കുന്നത്, ദൂർത്താണ്, തെറ്റായ കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്ന പ്രചാര വേല നടത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരുന്നത് ഉൾപ്പെടെ തടയുക എന്ന ലക്ഷ്യമാണ്. അതിന് നീതീകരണം കണ്ടെത്തുക എന്ന ലക്ഷ്യം കൂടിയാണ് ഈ വാർത്തയുടെ പിന്നിലുള്ളത്. അതുകൊണ്ട് ഇത് കേവലമായ വ്യാജ വാർത്തയല്ല, ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് മേലുള്ള ദുരന്തം വിതയ്ക്കുന്ന വാർത്തയായി ഈ പറയുന്ന ആളുകളുടെ വാർത്ത മാറിയിട്ടുണ്ട്. ഇത് കേരളീയ സമൂഹം ഇപ്പോൾ അത് യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. ഇവിടെ എന്താ പ്രശ്നം, ചില മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ അതിന്റെ തെറ്റുപറ്റി അല്ലെങ്കിൽ എന്ന രൂപത്തിലൊക്കെ പറയുന്നു ചില മാധ്യമങ്ങൾ. ഇവിടെ ഞാൻ അത്ര വലിയ പ്രചാരവേല നടത്തിയതിനു ശേഷം തെറ്റുപറ്റി എന്നൊരു വാചകം കൊണ്ട് തീരുന്നതല്ല ഇതിന്റെ വിഷയം. അത്രയേറെ ഗൗരവമുള്ള വിഷയമാണ് ഇത്. വയനാട്ടിലെ ജനങ്ങളോട് ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്ത അത്രയും വലിയ ക്രൂരതയാണ് യഥാർത്ഥത്തിൽ മീഡിയകൾ ചെയ്തിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട സഹായം തടയുക എന്ന ലക്ഷ്യം ഇതിലുണ്ട്. ആ തടയുന്നതിന് ന്യായീകരണം ഉണ്ടാക്കാൻ സഹായിക്കുക എന്ന നിലപാട് കൂടെ ഇതിന്റെ ഭാഗമായുണ്ട്. ചൂരൽമലയിലെ ദുരിതബാധിതരെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റിനെ താറടിച്ച് കാണിച്ച് മോശമാക്കി ചിത്രീകരിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നുണ്ട്. വലിയ അപകടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വയനാട്ടിലെ ജനങ്ങൾ അതിനെ ആ നിലയിൽ തന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ അനുഭവം. ഇന്നിപ്പം ചൂരൽമലക്കാരുമായി ബന്ധപ്പെട്ട ഒരു സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ബഹുമാന്യനായ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടിയായിരുന്നു. അവിടെയുള്ള ആളുകളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഗവൺമെന്റ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. അത്തരം പ്രചാരവേലകൾ കൊണ്ടൊന്നും ഈ ഗവൺമെന്റിനെ താറടിച്ച് കാണിക്കാൻ കഴിയില്ല. അത്ര വലിയ പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെന്റ് നേരിട്ട് ജനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്.
അതിലൊന്നും പറയാത്തവരാണ് തെറ്റായ ഒരു കാര്യം പ്രചരിപ്പിച്ചുകൊണ്ട് എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് സ്ഥലത്ത് ദുരന്തം നടന്നാലും, മുമ്പ് 2018 ദുരന്തമാവട്ടെ, ഏത് ദുരന്തം നടന്നാലും ഇങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. ആ നിലയിൽ കൊടുത്ത സാധാരണഗതിയിൽ എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു സംഗതി എന്ന നിലയിലാണ് ഈ കണക്കുകൾ വന്നിട്ടുള്ളത്. പക്ഷെ അതിനെ വേറെ തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് ഈ ദുരന്തം അനുഭവിക്കുന്നവരെ ഈ രൂപത്തിൽ ദ്രോഹിക്കുന്ന നിലപാടാണ് ഈ മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ളത്. വയനാട്ടിലെ ജനങ്ങൾ, കേരളീയ സമൂഹം ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. റഫീഖ്, നമുക്കറിയാം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ദുരന്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഭൗതികമായ നഷ്ടം മാത്രമാണെങ്കിൽ നമ്മൾക്കത് പരിഹരിക്കാൻ കഴിയും. ഇവിടെ അങ്ങനെയല്ല. ഒരു വീട്ടിലുള്ള മുഴുവൻ മനുഷ്യരും ഇല്ലാതാകുന്നു, ഒരാൾ ചിലപ്പോൾ അവശേഷിക്കുന്നു, അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുകൾ പോലും ഇല്ലാതായി പോകുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ അവർക്ക് ബാക്കിയെന്ന് പറയാൻ എന്തുണ്ട് എന്ന മാനസികാവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ അവരെ പുനരധിവസിപ്പിക്കുന്ന സമയത്ത് സാധാരണഗതിയിലൊരു പുനരധിവാസമല്ല, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ അവരെ ഒരു എല്ലാം തികഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനാവശ്യമായിട്ടുള്ള ഒരു ടൗൺഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിക്കഴിഞ്ഞു. ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു 2 സ്ഥലങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു ഈ ടൗൺഷിപ്പിന് വേണ്ടി. അങ്ങനെ വലിയ തോതിൽ ഒരു പ്രവർത്തനം നടത്തും, ഈ സർക്കാർ അത് നടപ്പിലാക്കും എന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ് ഈ വാർത്തയ്ക്ക് പിന്നിൽ എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അതിനെ എങ്ങനെ കാണും? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത ദുരന്തമുഖത്ത് കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ യാതൊരു വിമർശനവും പറയാനില്ലാത്തവർക്ക് പടച്ചുണ്ടാക്കിയ ഒരു വാർത്തയാണ്. ഇതിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ചെറിയ നഷ്ടങ്ങളല്ല, നമുക്കാർക്കും നികത്താൻ കഴിയുന്ന നഷ്ടങ്ങളല്ല. മനുഷ്യജീവനുകൾ അത്രയേറെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക്. പക്ഷേ അവശേഷിക്കുന്ന ജനങ്ങൾക്ക്, അവിടെയുള്ള പ്രദേശവാസികൾക്ക്, അവിടെ ജീവിക്കുന്നവർക്ക് അവരെ ഇപ്പോൾ അവരുടെ പുനരധിവാസം എന്നതാണ് ഗവൺമെന്റ് ഇനി ഏറ്റവും പ്രധാനമായി കാണുന്നത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം രക്ഷാപ്രവർത്തനമായിരുന്നു. മന്ത്രിസഭ ഉപസമിതി അവിടെ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. പിന്നീടുള്ളത് ക്യാമ്പിലെ പ്രവർത്തനമാണ്. ക്യാമ്പിലെ പ്രവർത്തനം വളരെ നല്ല നിലയിൽ ഒരു നടത്തി മാസത്തിനുള്ളിൽ തന്നെ താൽക്കാലിക താമസ സ്ഥലത്തേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മാസം വാടക കൊടുക്കാനുള്ള തുക 6000 രൂപ വെച്ച് ഗവൺമെന്റ് കൊടുത്തു. പ്രതിദിനം 2 പേർക്കെങ്കിലും ഒരു വീട്ടിൽ 300 രൂപ വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം വലിയ നഷ്ടം സംഭവിച്ചവർക്ക് അതിനനുസരിച്ചുള്ള തുക കൊടുക്കുന്നു. 10000 രൂപ അതിനു പുറമെ എല്ലാവർക്കും കൊടുക്കുന്നു. ഇങ്ങനെ ഗവൺമെന്റിന് ഇനി ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനം, മനുഷ്യജീവനുകൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നിലവിൽ ആളുകൾക്ക് കൈത്താങ്ങായിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനം പുനരധിവാസമാണ്. ആ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ നേരത്തെ മന്ത്രിമാർ സൂചിപ്പിച്ചതുപോലെ, ഗവൺമെന്റ് സൂചിപ്പിച്ചതുപോലെ 2 സ്ഥലങ്ങൾ ഇപ്പം അവസാന ഘട്ടത്തിൽ എന്ന നിലയിൽ കണ്ടെത്തി കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിക്കേണ്ടത്. ഫൈനലായിട്ടില്ല, അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്നാൽ അത് 19 or 20 സ്ഥലങ്ങൾ പരിശോധിച്ച് അതിൽ ഏറ്റവും അനുയോജ്യമായ 2 സ്ഥലങ്ങൾ ഇപ്പം ഏകദേശം കണ്ടെത്തി കഴിഞ്ഞു. ഫൈനൽ തീരുമാനം ഗവൺമെന്റ് തലത്തിൽ വരേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തീർച്ചയായും റഫീഖ്, വയനാട്ടിലെ ജനങ്ങൾ ഈ പ്രചരണങ്ങൾ കൃത്യമായും തിരിച്ചറിയും. ആ ദുരന്ത നാളുകളിൽ ആ മനുഷ്യർക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണീരിന് ആത്മാർത്ഥതയുണ്ടോ എന്നുള്ള സംശയം ഇപ്പോൾ തോന്നിത്തുടങ്ങുകയാണ്. എ സജീവനും റഫീഖും തുടരുകയാണ്. ഒരു തരത്തിലല്ല കേന്ദ്ര സർക്കാർ നമ്മളെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കാതിരിക്കുന്നത്. കേന്ദ്രത്തിന് സഹായം നമുക്ക് ഓൾറെഡി പ്രഖ്യാപിക്കാവുന്നതാണ്, പക്ഷേ അത് പ്രഖ്യാപിക്കുന്നില്ല. ഇന്ന് ജോൺ ബ്രിട്ടാസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാവും ഏതൊക്കെ തരത്തിൽ നമ്മളെ സഹായിക്കാതിരിക്കാൻ പറ്റും എന്ന ഗവേഷണം നടത്തുകയാണ് കേന്ദ്ര സർക്കാരെന്ന്. അതായത് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: വയനാട് ദുരന്ത പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിത ചെലവുകളെ ദുർവ്യാഖ്യാനിച്ച് നമ്മുടെ മാധ്യമങ്ങളിൽ ഉണ്ടായ വാർത്താ പ്രളയം ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണത് തുടങ്ങുന്നത്. ഛേദമില്ലാത്ത ഒരു ചെറിയ നടപടി കൊണ്ട് കേന്ദ്രത്തിന് നമ്മുടെ സംസ്ഥാനത്തെ എങ്ങനെ സഹായിക്കാൻ കഴിയുമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഇതെഴുതുന്നത്. ഒരു ദുരന്തത്തെ തീവ്ര സ്വഭാവമുള്ളതായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചാൽ ആ സംസ്ഥാനത്തെ എംപിമാർക്ക് അവരുടെ MP ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ വരെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കാൻ കഴിയും. വയനാടിൻ്റെ കാര്യത്തിൽ കേരള ഗവൺമെൻറ് അത്തരമൊരു തീരുമാനം കൈക്കൊള്ളുകയും MP ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ഈ എഴുതുന്നാൾ നൽകുകയും ചെയ്തിരുന്നു. കേരള സർക്കാർ ചെയ്തതിന് സമാനമായി കേന്ദ്ര സർക്കാർ കൂടി ഈ ദുരന്തത്തെ തീവ്ര സ്വഭാവമുള്ളതായി രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ചിത്രം?
രാജ്യത്തെ എല്ലാ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾക്കും തങ്ങളുടെ MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ വരെ വയനാട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കാൻ കഴിയുമായിരുന്നു. ലോക്സഭയിലെയും രാജ്യസഭയിലെയും MPമാരുടെ മൊത്തം അംഗസംഖ്യ 788 കണക്കിലെടുക്കുകയാണെങ്കിൽ എത്ര വലിയ സാധ്യത ആകുമായിരുന്നു എന്ന് ഊഹിക്കാം. ഇതുപോലെയാണ് നമ്മൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സഹായം പോലും ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും ഒക്കെ സമയത്ത് നമുക്ക് എന്തൊക്കെ സഹായമായി പ്രഖ്യാപിച്ചിരുന്നോ അതിൻ്റെയൊക്കെ കാലണ പൈസ കണക്ക് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുപോയ ടീമുകളാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. അവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾ കൂടി ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും അവിടുത്തെ ജനങ്ങളെ പാടെ മറന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ അവരെ എങ്ങനെ പുനരധിവസിപ്പിക്കും, 2, 4, 5 രൂപ കൊണ്ടൊന്നും ഒരു ടൗൺഷിപ്പ് രൂപീകരിക്കാൻ കഴിയില്ല. അവർക്ക് വീടുകൾ 2000-ലധികം വീടുകൾ വെച്ച് കൊടുക്കാൻ കഴിയില്ല. ഒരു മുറിയും ഒരു ഷീറ്റും ഇട്ട വീട് അവർക്ക് വെച്ച് കൊടുക്കാൻ കഴിയില്ല. അവരുടെ മറ്റ് സാഹചര്യങ്ങൾ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇത്രയും മനസാക്ഷിയില്ലാതെ ഈ വാർത്തയുമായി ഇറങ്ങുകയാണ് സജീവൻ. തീർച്ചയായിട്ടും ഇതിലൊരു വലിയ പ്രശ്നമുള്ളത് വളരെ കൃത്യമായ അജണ്ടയോട് കൂടിയിട്ടുള്ള ഒരു ന്യൂസ് പ്ലാന്റിംഗ് ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. മാധ്യമങ്ങൾ അതിന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അതിന്റെ ഭാഗമാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കറിയാവുന്നത് രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പിന്നീട് നടന്ന മിക്ക സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും തങ്ങളുടേതല്ലാത്ത പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും മോദി സർക്കാർ വെക്കുന്ന ഒരു വലിയ മുദ്രാവാക്യമുണ്ട്. BJPയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇരട്ട എഞ്ചിൻ എന്നൊരു പ്രയോഗമുണ്ട്. അതായത് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന ഒരേ പാർട്ടിയാവുന്നു. അപ്പോഴാണ് ആ സംസ്ഥാനങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുക. അന്ന് ജനങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് ഞങ്ങൾക്കല്ല നിങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ചുക്കും കിട്ടില്ല എന്ന് പച്ചയ്ക്ക് പറയലാണ് ഈ ഇരട്ട എഞ്ചിൻ എന്ന പ്രയോഗം. അത് പക്ഷേ ജനങ്ങൾ കർണാടകയിലൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ കാര്യമാണ്. അങ്ങനെ പല സ്ഥലങ്ങളും തള്ളിക്കളഞ്ഞത്. ഈ ഒരു കൃത്യമായ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് മുഴുവൻ പ്രവർത്തനം ഉണ്ടായത്. മൂന്നാം മോദി സർക്കാരിന്റെ കാലത്ത് അത് വേണ്ടത്ര അവർക്ക് വിജയിച്ചില്ല. അവർ കേന്ദ്രത്തിൽ തന്നെ നിങ്ങളുടെ ആ എഞ്ചിനും വേണ്ട എന്നുള്ള രീതിയിൽ പല ജനങ്ങളും വിചാരിച്ചുകൊണ്ടാണല്ലോ അവർക്ക് ഇത്രയും വോട്ട് നഷ്ടം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും മറ്റ് തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ, തങ്ങളുടെ വരുതിയിൽ വരാത്ത സംസ്ഥാനങ്ങൾ പിടിച്ചടക്കാൻ പണ്ട് ഗോവ പിടിച്ചടക്കിയതുപോലെ കർണാടകം പിടിച്ചടക്കിയതുപോലെയൊക്കെ ഏത് മാർഗവും പ്രയോഗിക്കാം. കാശ് കൊടുത്തിട്ട് MLA-മാരെ വിലക്ക് വാങ്ങാം, അല്ല അതല്ലാത്ത രൂപത്തിലൊക്കെ ചെയ്യാം. കേരളത്തിൽ പക്ഷെ അത് നടക്കാൻ എളുപ്പമല്ല. കേരളത്തിൽ ഇതുവരെ അങ്ങനെ MLA-മാരെ അല്ലെങ്കിൽ MP-മാരെ വിലക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യാവുന്ന പരിപാടി ഇതേപോലെ മലബാറിലൊരു ചൊല്ലുണ്ട്, വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും. ആ തരത്തിൽ കാരണം ഒന്നിനും കൊള്ളില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് അത് സ്വന്തമാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് ഇത്. അതിന് മാധ്യമങ്ങൾ അറിഞ്ഞു കൂട്ടുന്നതാണോ അറിയാതെ വീണ് പോയതാണോ എന്നുള്ളത് മാത്രമേ ഇനി നോക്കേണ്ടുള്ളൂ. എല്ലാ മാധ്യമങ്ങളും അറിയാതെ വീണതല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പല മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ ഗതി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെ കൂട്ടു നിൽക്കലാണ്. സജീവൻ, ഇതിനെ നമുക്ക് സാധാരണഗതിയിലെ ഒരു വാർത്ത, ഇപ്പോൾ ഒരു തെറ്റായ വാർത്ത കൊടുക്കുകയോ തിരുത്തുകയോ ഒക്കെ ചെയ്യുന്ന പോലെ ഇതിനെ കാണാൻ കഴിയില്ല. കാരണം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ വല്ലാതെ നോവിച്ച ഒരു ദുരന്തമാണ്. ആ മനുഷ്യർ അവര് ഈ പറയുന്നത് പോലെ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്, നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും അവരിപ്പോഴും അവരുടെ മനസ്സൊന്നും സാധാരണ നിലയിൽ എത്തിയിട്ടില്ല. അവരെ ഏതെങ്കിലുമൊക്കെ തലത്തിൽ ഒന്ന് സമാധാനിപ്പിച്ച് അവർക്കൊരു പുതിയ ജീവിതം അവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുക എന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്, ഈ മാധ്യമങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പല മാധ്യമ പ്രവർത്തകരും പൊട്ടിക്കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം 50 ദിവസം കഴിയുമ്പോൾ ആ മനുഷ്യരുടെ ജീവിതത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിൽ, കേന്ദ്രത്തിൻ്റെ സഹായം പോലും കിട്ടാത്ത തരത്തിലേക്ക് വാർത്തകൾ പടച്ചുണ്ടാക്കി വിടുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് അല്പമെങ്കിലും ആത്മാർത്ഥത പുലർത്താൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. എല്ലാവർക്കും വേദന ഉണ്ടായിരുന്നു. പക്ഷേ ആ വേദനയ്ക്ക് ആ നിമിഷം, ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന നിമിഷം മാത്രമായി ചുരുങ്ങിപ്പോകരുത് എന്നുള്ളതാണ്. റഫീഖ്, ഇപ്പോൾ ഈ സർക്കാരിനെതിരെ ഈ രീതിയിൽ വലിയ ഒരു പ്രചരണ പ്രവർത്തനം നടന്നിരിക്കുന്നു. വയനാട്ടിലെങ്കിലും അവിടുത്തെ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു ശരിയായ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് DYFI അടക്കമുള്ള സംഘടനകൾ പോകുമോ? അല്ല, തീർച്ചയായും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ
ഈ വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്ന രൂപത്തിലാണ് ഈ വാർത്തകൾ വന്നിട്ടുള്ളത്. പക്ഷേ വയനാട്ടിലെ ജനങ്ങൾ തീർച്ചയായും അത് തിരിച്ചറിയും. കാരണം കേരളത്തിലെ ഗവൺമെന്റ് ആ നിലയിലാണ് ദുരന്തമുണ്ടായ അന്നു മുതൽ ഇന്ന് വരെയുള്ള ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി നടത്തിയിട്ടുള്ളത് നമുക്കറിയാം. ആദ്യഘട്ടം മുതൽ രക്ഷാപ്രവർത്തനമായാലും തുടർന്നുള്ള എല്ലാ പ്രവർത്തനവും ഇപ്പൊ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ജനങ്ങളെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ദുരിതബാധിത മേഖലയിലെ ജനങ്ങൾ ഗവൺമെന്റിന്റെ എതിരായി ഇത്തരം പ്രചാരവേലകൾ ഇവർ നടത്തുമ്പോൾ അത് ശരിയാവണം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് രാവിലെ നടന്നിട്ടുള്ള ചുഴൽമലക്കാരുടെ സംഗമത്തിൽ ആളുകളുടെ പ്രതികരണം അതായിരുന്നു. ഈ വാർത്തകൾ അവർ വിശ്വസിക്കുന്നില്ല. അതിൽ തീർച്ചയായും ആരെങ്കിലും അതിൽ ഇത്തരത്തിൽ വലിയ പ്രചാരവേല നടക്കുമ്പോൾ വല്ല വിശ്വാസമോ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഇതോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരായി കൃത്യമായി സത്യം ബോധ്യപ്പെട്ട പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുക്കും. കാരണം ഇത് ആരുടെയെങ്കിലും ഒരു രാഷ്ട്രീയ ലാഭം എന്നതിനപ്പുറത്തേക്ക് ഇത് വയനാട്ടിലെ ജനങ്ങൾ, ഈ ചുരൽമലയിലെ ജനങ്ങളുടെ പുനരധിവാസത്തിന് ആവശ്യമാണ് നമുക്ക് ഫണ്ടുകൾ വരേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ആ കാര്യത്തിൽ എടുക്കുന്നത് ഇത്ര ദിവസമായിട്ടും ഫണ്ട് നീക്കിവെക്കാൻ തയ്യാറാവാതെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട് നമ്മുടെ മുമ്പിലുണ്ട്. അതിന് ന്യായീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള, അതിന് കേന്ദ്രത്തിന്റെ ഈ കേരളത്തോട് അവഗണനയെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അതിന് കാരണമായി മാറി എന്ന് പറയാൻ രൂപത്തിലുള്ള സഹായമാണ് ഈ പറയുന്ന മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ളത്. കേന്ദ്രം ഫണ്ട് തരാതിരിക്കുകയും ഈ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, ഈ ചുരൽമല ദുരന്തം ഉണ്ടായതിനു ശേഷം വേറെ ചില പ്രശ്നങ്ങൾ മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായി. അവിടെയെല്ലാം വലിയ തുക നീക്കിവെക്കുകയാണ്. അവിടെ നീക്കിവെക്കുന്നതിന് നമ്മളെതിരല്ല. പക്ഷെ ഇത് ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തമായി മാറിയതാണ് ചുരൽമല ദുരന്തം, നമുക്കറിയാം. അതിനുവേണ്ടി ഫണ്ട് നീക്കിവെക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അപ്പൊ ആ നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഈ നിലപാട് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമായി ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു ന്യായീകരണം എന്ന രൂപത്തിലേക്കുള്ള കേന്ദ്രത്തിന്റെ ഈ കേരള വിരുദ്ധ നിലപാടിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചാരവേലയാണ് മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. ഈ മാധ്യമങ്ങൾ ഒരു തരത്തിലും തന്നെ സമൂഹത്തിൽ വലിയ രൂപത്തിലുള്ള ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ദുരിതം അനുഭവിച്ചവരെ വെച്ചുകൊണ്ട് ലാഭമുണ്ടാക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് ചെറിയൊരു കാര്യമായി വയനാട്ടിലെ ജനങ്ങൾ കാണുന്നില്ല. വലിയ വൈകാരികമായി തന്നെ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ജനങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വരുമെന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രധാനമന്ത്രി അവിടെ എത്തുകയാണ്, അതിനുശേഷം ആശുപത്രിയിൽ പോകുന്നു, കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് താലോലിക്കുന്നു, വൈകാരികമായ രംഗങ്ങൾ അവിടെ നിന്ന് നമ്മൾ കാണുന്നു. അപ്പോഴെല്ലാം നമ്മൾ ആലോചിച്ചത് ഈ ഒരു സാഹചര്യത്തിലൊന്നും ഒരിക്കലും കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കാണില്ല എന്നായിരുന്നു. പക്ഷേ അവർക്ക് രാഷ്ട്രീയ കണ്ണുകൊണ്ട് മാത്രമേ എതിരാളികളെ കാണൂ എന്നുള്ളത് ഓരോ മിനിറ്റിലും തെളിഞ്ഞു വരികയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ കാര്യം ആവർത്തിച്ച് പറയുന്നില്ല. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു, ഈ ഒരു ദുരന്ത മുഖത്ത് ഒരിക്കലും സർക്കാരിനെതിരെ ആരോപണങ്ങളുമായി വരാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല, നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാവർക്കും അവർക്ക് വേണ്ടുന്ന സഹായം എത്തിക്കുക എന്നൊരു പുതിയ സംസ്കാരത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകണമെന്നൊരു വാക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടു. എല്ലാവർക്കും വലിയ സന്തോഷം തോന്നുന്ന ഒരു വാക്കുകളായിരുന്നു. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളം ഇപ്പോഴും അവർക്ക് വെറുക്കപ്പെട്ട സംസ്ഥാനമാണ്. റഫീഖ്, അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം സൂചിപ്പിച്ച പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിന്റെ ശരിയായ ഒരു കാര്യം. കാരണം മനുഷ്യജീവനുകൾ ഉൾപ്പെടെ ഒരുപാട് നഷ്ടപ്പെട്ട ഒരു ദുരന്ത മുഖത്ത് മറ്റെല്ലാത്തിനും അപ്പുറം മനുഷ്യത്വത്തിന്റെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അതിന് അതിജീവിക്കാനുള്ള പ്രവർത്തനം നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ വലിയ പങ്ക് തരേണ്ട ഒരു നാട് ഏറ്റവും ദുരന്തം അനുഭവിക്കുമ്പോഴാണ് ഗവൺമെന്റുകളുടെ സഹായം ഉണ്ടാവേണ്ടത്. ആ നിലയിൽ ദുരന്ത മുഖത്ത് കേരളത്തിലെ ഗവൺമെന്റ് സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിച്ചപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാവരും വയനാട്ടുകാർ പ്രത്യേകിച്ച് നോക്കിക്കണ്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പോഴും മുഖ്യമന്ത്രി അത് വിമർശനപരമായി പറഞ്ഞിട്ടില്ല, പറയാതിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം കേന്ദ്രം സഹായം തന്നേ മതിയുള്ളൂ. പക്ഷേ നമുക്ക് പറയേണ്ടി വരികയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഇത്ര ദിവസം പിന്നിട്ടിട്ടും അതിനുശേഷം നടന്ന പല ദുരന്തത്തിനും പണം നീക്കി വെച്ചിട്ടും ദുരന്തത്തിന് അതിജീവിക്കാനുള്ള പ്രവർത്തനം ഒരു നയാ പൈസ പോലും നീക്കിവെക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ആ വിഷയത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ വയനാട്ടിലും കേരളത്തിലാകെയും എല്ലാവരുടെയും ഉയർന്നു വരികയാണ്. അങ്ങനെ പ്രതിഷേധം ഉയർന്നു വരുന്ന വേളയിലാണ് അതിനെ വെള്ളപൂശുന്ന തരത്തിലുള്ള, അതിന് സഹായിക്കാൻ തരത്തിലുള്ള ഒരു രൂപത്തിലുള്ള ഒരു വാർത്തകൾ വന്നിട്ടുള്ളത്. ഈ വാർത്ത രണ്ട് തരത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് തരത്തിലുള്ള ദോഷം വലിയ രൂപത്തിൽ നമുക്കുണ്ടാക്കും. ഒന്ന്, കേരളത്തിലെ ഗവൺമെന്റ് സുത്യർഹമായ പ്രവർത്തനം നടത്തുമ്പോൾ ആ ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ താറടിച്ച് കാണിക്കുക എന്നാണ് ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം കേന്ദ്രത്തിന്റെ അവഗണന മറച്ചു വെക്കാനുള്ള, കേന്ദ്രത്തിന് അവഗണിക്കാനുള്ള അവസരമൊരുക്കുക എന്ന രൂപത്തിൽ, കേരളത്തെ അവഗണിക്കാനുള്ള കേന്ദ്ര സർക്കാരിന് അവസരമൊരുക്കി കൊടുക്കുക എന്ന രൂപത്തിലുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. ഇങ്ങനെ അങ്ങേയറ്റം ദുരുദ്ദേശപരമായിട്ടുള്ള നിലപാടാണ്
നിലപാടാണ് മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് വളരെയേറെ പ്രയാസം വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തിരുത്തി പറഞ്ഞതുകൊണ്ടോ മാറ്റി പറഞ്ഞതുകൊണ്ടോ അല്ല, അത് ജനങ്ങൾ തന്നെ തിരുത്തി പറയാൻ തുടങ്ങിയപ്പോഴാണ് ചില മാധ്യമങ്ങൾക്ക് അതിൽ ചില പ്രതികരണങ്ങൾ വരുത്തേണ്ടി വന്നത്. അത് ഒരു തരത്തിലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്, ദുരന്തത്തെ വിറ്റുകൊണ്ട് അല്ലല്ലോ നമ്മൾ മാധ്യമങ്ങൾ സെൻസേഷൻഷിപ്പ് ഉണ്ടാക്കേണ്ടത്. ദുരന്തത്തെ വിറ്റ് സെൻസേഷൻഷിപ്പ് ഉണ്ടാക്കുകയും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുക എന്ന വലതുപക്ഷ രീതിയാണ് മാധ്യമങ്ങൾ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി ഫണ്ട് നീക്കാൻ വേണ്ടി തയ്യാറാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ വിഷയം വരുന്നതിന് മുമ്പ് തന്നെ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരുന്നു, അടിയന്തരമായി സഹായം പ്രഖ്യാപിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം. അല്ലാത്ത പക്ഷം വയനാട്ടിൽ ഉൾപ്പെടെയുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾക്ക് ഇനി നേതൃത്വം കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പോഴാണ് നമുക്ക് സഹായം ആവശ്യം. ഈ ഘട്ടത്തിൽ സഹായം തരുന്നില്ലെങ്കിൽ പിന്നീട് കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ നിലയിൽ തന്നെ അടിയന്തരമായി, നേരത്തെയുള്ള അനുഭവം അതാണ്. 2018 പ്രളയവും വയനാട് പുത്തുമല ഉൾപ്പെടെയുള്ള സമയത്തൊക്കെ നമ്മുടെ അനുഭവം അത് തന്നെയാണ്. കേന്ദ്രത്തിന്റെ അവഗണന തന്നെയാണ് നമ്മുടെ മുമ്പിൽ അനുഭവം. നമ്മൾക്ക് തന്ന പണത്തിന് പോലും കണക്ക് വാങ്ങി പിടിച്ചെടുക്കുന്ന രീതിയൊക്കെ ഉണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതിന് വിഭിന്നമായി ഇത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തം എന്ന നിലയിൽ സമീപിക്കും. നേരത്തെ നിങ്ങൾ അവതാരകൻ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇത് വലിയൊരു ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ രൂപത്തിൽ പണം വരുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലും തടയിടുകയാണ്. എളുപ്പത്തിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് കേരളത്തിലേക്ക് നൽകാൻ കഴിയുന്ന രൂപത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപനം നടത്തിയാൽ മതി. അതിനുപോലും തയ്യാറാവുന്നില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ ചർച്ചയപ്പെട്ട് വരുന്ന ഘട്ടത്തിലാണ് അതിന് പകരം കേരളത്തിലെ ഗവൺമെന്റ് വലിയ ധൂർത്താണ് അല്ലെങ്കിൽ കള്ളക്കണക്കാണ് എന്നെല്ലാം വരുത്തി തീർത്തുകൊണ്ട് ഈ യഥാർത്ഥ വിഷയങ്ങളെ വഴിതിരിച്ചു വിടുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ പ്രചാരണം നടത്തിയത്. അത് യഥാർത്ഥത്തിൽ ഈ നാടിനെ വഞ്ചിക്കുന്ന നിലപാടാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും റഫീഖ്, കേന്ദ്ര സഹായത്തിന് വേണ്ടി അനിശ്ചിതമായി കാത്തിരിക്കുക എന്നുള്ളതൊന്നും സാധ്യമായ കാര്യമല്ല. ഈ കാര്യത്തിൽ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ പ്രതികരണവുമായി രംഗത്തിറങ്ങേണ്ട സമയം ആയിരിക്കുന്നു എന്ന സൂചന തന്നെയാണ് റഫീഖ് നൽകുന്നത്. ശ്രീ സജീവൻ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. സ്കൂളുകൾ, കോളേജുകൾ, ഒപ്പം തന്നെ പുതിയ റോഡുകൾ, പാലങ്ങൾ, അങ്ങനെ കേരളത്തിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ഒരു പുതിയ ചരിത്രം കുറിക്കാൻ കിഫ്ബിക്ക് കഴിഞ്ഞു. അത് കണ്ടിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ചെയ്തത് ആ ഫണ്ട് നമ്മുടെ ബജറ്റിൻ്റെ കേന്ദ്ര വിഹിതത്തിൻ്റെ ഭാഗമാക്കി, ബജറ്റിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്തത്. അതായത് നമ്മൾ കടമെടുക്കുന്ന പൈസ ഈ ഫണ്ടിലേക്ക്, ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. മറ്റേത് ബജറ്റിന് പുറത്തായിരുന്നെങ്കിൽ പിന്നീടത് ബജറ്റിൻ്റെ ഭാഗമായി മാറ്റി. അങ്ങനെ ഓരോ തരത്തിലും കേരളത്തിൻ്റെ വികസനത്തെ ഏതൊക്കെ രീതിയിൽ തടയാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ തടഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ ഓണത്തിന് പോലും ഏതാണ്ട് 3000 കോടി രൂപയാണ് സംസ്ഥാനത്തിൻ്റെത് അവർ തടഞ്ഞു വെച്ചത്. എന്നിട്ട് പോലും ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞു. ഒരുവിധം ഓണം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതായത് കേരളത്തിന് പണം തന്നാൽ വളരെ കൃത്യമായി അത് വിനിയോഗിക്കും എന്ന് കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ സംസ്ഥാനത്തേക്ക് ഒരു കാരണവശാലും പണം എത്തരുത് എന്നൊരു നിലപാടാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ ഒരു 2-3 വർഷക്കാലമായി അവരെടുക്കുന്ന സമീപനം സംസ്ഥാനത്തിന് അർഹമായതുപോലും കൊടുക്കരുത്. കാരണം കൊടുത്തു കഴിഞ്ഞാൽ 5 രൂപ കിട്ടിയാൽ 500 രൂപയുടെ പ്രവർത്തനം നടത്താൻ ശേഷിയുള്ള ഒരു സർക്കാരാണ് കേരളത്തിൽ ഇരിക്കുന്നത് എന്ന ബോധ്യം അവർക്കുണ്ട്. അത് തന്നെയാണ് ഇവിടെയും ഈ പ്രളയത്തിൻ്റെ കാര്യത്തിലും അവർ സ്വീകരിക്കുന്നത്. സജീവൻ, തീർച്ചയായും ഇതില് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തന്നെ തുടക്കം മുതലുള്ളത് തങ്ങൾക്ക് താല്പര്യമില്ലാത്ത സംസ്ഥാനങ്ങളെ ഞെരുക്കുക, തങ്ങൾക്ക് താല്പര്യമില്ലാത്ത സംസ്ഥാനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും അവർക്ക് ഏറ്റവും വിരോധമുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. കാരണം ഒരു തരത്തിലും ചാക്കിട്ടുപിടുത്തത്തിലൂടെ നടക്കില്ല എന്നറിയാം. ഭരണം കിട്ടാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ശ്രമം നടത്തിയാലും അത് എളുപ്പമല്ല എന്ന് അറിയാം. അപ്പൊ അത് പക്ഷേ ഞങ്ങൾ ഈ തരത്തിൽ ബുദ്ധിമുട്ടിക്കും, നിങ്ങൾ എന്ത് ചെയ്യും എന്ന രീതിയിലേക്കാണ് ഈ നരേന്ദ്രമോദി സർക്കാർ പോകുന്നത്. അതിനെ ഒറ്റക്കെട്ടായിട്ട് ചെറുക്കേണ്ട കടമ കേരളത്തിനുണ്ട്. ഏതൊക്കെ രീതിയിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഓരോ കാര്യത്തിലും കേരളം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകും. അപ്പൊ കേന്ദ്ര പദ്ധതിയായിട്ടുള്ള ഈ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനുള്ള കാശ് എന്ന് പറയുന്ന നാമമാത്രമാണ്. ഒരു തരത്തിലും അതുകൊണ്ട് വീടിന്റെ തറയ്ക്കപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല
എന്ന് എല്ലാവർക്കും അറിയാം. ഇതാണ് മിക്ക സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഈ തുകയാണ് PMAYയിൽ കൊടുക്കുന്നത്. പക്ഷേ കേരളം ആ തുകയ്ക്ക് അപ്പുറത്ത് അതിനേക്കാൾ എത്രയോ കൂടുതൽ തുക വെച്ചുകൊണ്ട് ഒരു അത്യാവശ്യം ചെറിയൊരു വീടുണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സഹായമാണ് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. പക്ഷെ ലൈഫ് മിഷൻ ഞങ്ങളുടേതാണ്. ഞങ്ങൾ കൊടുക്കുന്ന കാശ് കൊണ്ടാണ് ഈ കേരളം ലൈഫ് മിഷൻ എന്ന പദ്ധതി നടപ്പാക്കുന്നത് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കും. ലൈഫ് മിഷൻ തകർക്കാൻ നടത്തിയുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ അറിയുന്നതാണ്. അപ്പം ഈ തരത്തിൽ ഏതൊക്കെ പദ്ധതി ജനോപകാരപ്രദമായിട്ട് ഒരു വീടില്ലാത്തവന് എന്തെങ്കിലും കുറച്ച് കാശ് കൊടുത്തിട്ട് തറ കെട്ടിയിട്ട് അതിന് മേലെ ആകാശം മേൽക്കൂരയായിട്ട് നിൽക്കേണ്ട ഗതികേടിൽ നിന്നും ഒരു നല്ല വീട്, ചെറുതാണെങ്കിൽ പോലും ഒരു വീടുണ്ടാകുക എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിട്ട് പോലും അതിനെ തകർക്കാനുള്ള ശ്രമം നടന്നു. ഈ കിഫ്ബിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമുക്ക് വേറെ ഫണ്ടില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യാവസായിക സംസ്ഥാനമല്ലാത്തത് കൊണ്ട് വ്യവസായത്തിലൂടെ വരുന്ന അങ്ങനെയുള്ള കുറെ ഫണ്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കിഫ്ബി എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ട് വികസന പ്രവർത്തനങ്ങൾ പരമാവധി നടത്താൻ ശ്രമിച്ചപ്പോൾ അതിനെ ഭീകരമായ രൂപത്തിൽ തുരങ്കം വെക്കുന്ന പദ്ധതിയാണ്. അത് മാത്രമാണോ ഡോക്ടർ തോമസ് ഐസക്കിനെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് കളയും എന്നുള്ള മട്ടിൽ എന്തെല്ലാം പ്രഹസനമാണ് ഇവിടുത്തെ ED നടത്തിയത്? ഹൈക്കോടതി എത്ര പ്രാവശ്യം ഈ EDയുടെ ഹർജി എടുത്ത് തോട്ടിൽ കളഞ്ഞു? ഏതൊക്കെ രീതിയിൽ അപമാനിതരായി? എന്നിട്ടും അവസാനിപ്പിച്ചിട്ടുണ്ടോ അവർ? കിഫ്ബി മാത്രമാണോ? തൊഴിലുറപ്പ്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പൈസ കിട്ടാനുണ്ട്, നമ്മുടെ നെല്ലിൻ്റെ സബ്സിഡി പൈസ കിട്ടാനുണ്ട്, അങ്ങനെ ഓരോന്നോരോന്ന് അരിയുടെ പൈസ കിട്ടാനുണ്ട്. അങ്ങനെ എത്ര പൈസയാണ് നമുക്കിത് അവസാനം സുപ്രീം കോടതിയിൽ പോയി കേസ് പറഞ്ഞല്ലേ നമ്മൾ ആ പൈസ വാങ്ങിയെടുക്കാൻ പറ്റിയത്? ചില്ലറ ദ്രോഹമാണോ ഈ കേന്ദ്രം ഭരിക്കുന്ന BJP-ക്കാർ ഈ സംസ്ഥാനത്തോട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതിൽ സുപ്രീം കോടതിയിൽ പോയപ്പോൾ പോലും ഉണ്ടായ നിലപാട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണല്ലോ. സുപ്രീം കോടതിയിൽ കേരളം പോയപ്പോൾ തങ്ങൾക്ക് അവകാശപ്പെട്ടത് നിയമത്തിന്റെ മാർഗത്തിലൂടെ നിയമ പോരാട്ടം നടത്തിയിട്ടെങ്കിലും നേടിയെടുക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ നിങ്ങൾ ആ കേസ് പിൻവലിച്ചാൽ ഞങ്ങൾ പരിഗണിക്കാം. കേസ് പിൻവലിച്ചാൽ കാശ് തരാന്നുള്ളതല്ല പറയുന്നത്. കേസ് പിൻവലിച്ചാൽ നിങ്ങളുടെ കാര്യം പരിഗണിക്കാം എന്നുള്ള നിലപാടെടുത്ത വളരെ മോശമായിട്ടുള്ള നിലപാടെടുത്ത ഒരു കേന്ദ്ര സർക്കാരാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും തകർക്കുക എന്നുള്ളതാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം. അതിന് ഏത് മാർഗവും ഇപ്പൊ പല നമ്മൾ പറഞ്ഞില്ലേ, പല ആളുകളും ആശങ്ക പ്രകടിപ്പിക്കുന്ന പോലെ ഒരു ദുരന്ത മുഖത്ത് വേണമോ ഈ ഒരു രാഷ്ട്രീയ കളി എന്ന് ചോദിക്കുമ്പോൾ ദുരന്തമുഖമല്ല, അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങളിൽ പകുതി പേര് മരിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ പോലും അതിലൂടെയും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമമാണ് നടക്കുക. ഇവിടെ 2 കേന്ദ്രമന്ത്രിമാര് വയനാട്ടിൽ പോയിട്ട് കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അവരുടെ മുഖത്തെ വികാര പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടപ്പോൾ എത്രമാത്രം ഇതോട് കൂടിയിട്ട് കേന്ദ്രം നമുക്ക് വാരിക്കോരി തരുമെന്ന് വിചാരിച്ചാണ്. പ്രധാനമന്ത്രി വന്നിട്ട് താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, കൊച്ചു കുട്ടികളെ വരെ ഇങ്ങനെ എടുത്ത് താലോലിക്കുമ്പോൾ കേരളത്തെ താലോലിക്കാൻ പോവുകയാണ്, കേരളത്തിനെ വെറുതെ വെക്കില്ല, കേരളത്തിനെ നിലത്ത് വെക്കാതെ സംരക്ഷിച്ചു കൊള്ളും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. എന്നിട്ടോ 50 ദിവസമായിട്ട് ചില്ലിക്കാശില്ല. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി പറയുന്നത് പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കും. ഇത് വളരെ കൃത്യമാണ്. അപഹസിക്കാന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അപഹാസ്യമാണ്. അത് ഒരു സത്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനോ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഒറ്റക്കെട്ടായിട്ട് നേരിടേണ്ട കർത്തവ്യമാണ് നമ്മൾ ഇവിടെ വഴിയിൽ കുടമുടക്കുന്ന രൂപത്തിൽ മാധ്യമങ്ങൾ തകർത്ത് കളയുന്നത്. ഈ ഒരു സംഭവത്തോട് ഇനിയിപ്പോ ഞങ്ങൾ എന്തിനാ കൊടുക്കുന്നത്, ദൂർത്തല്ലേ എന്ന് പറഞ്ഞ് മാറാൻ കൈയൊഴിയാൻ കേന്ദ്രത്തിന് കഴിയും. അതിന് അവസരം സൃഷ്ടിച്ചു കൊടുക്കുക എന്ന് പറയുന്ന നീചമായിട്ടുള്ള പ്രവൃത്തികളിലേക്കാണ് മാധ്യമ പ്രവർത്തകർ പോകുന്നത്. ഇത്തരത്തിൽ അറിയാതെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വാർത്ത വന്നതിന്റെ പേര് രാജിവെച്ച എത്രയോ ആളുകൾ എനിക്കറിയാം. പണ്ട് കാലത്ത് അങ്ങനെ ഒരു ഭീകരമായ തെറ്റുപറ്റി, ഞാൻ ഇതിന് കൊള്ളില്ല, എനിക്ക് ഈ പണിയെടുക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് രാജിവെച്ചു പോയാണ്. ഇപ്പോഴതൊന്നുമില്ല. ഇതൊരു ഒരു മിഷന്റെ ഭാഗമായിട്ട്, ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം തെറ്റുകൾ ശരിയെന്ന് വരുത്തിയിട്ട് അവതരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും അത് നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞ പോലെ പല ആളുകളും ഈ ചർച്ചയിൽ ഞാൻ ഇന്ന് രാവിലെ എനിക്കുണ്ടായ അനുഭവം പോലെ ഇപ്പോഴും ആളുകളുടെ വിചാരം ഇതൊക്കെ കണ്ടില്ല, ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ വേണ്ടി ഇത്രയും തുകയോ, എന്തൊരു സർക്കാരാണ് എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിനെ, മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി അപ്പുറം പഴിക്കാൻ ഒന്നുമില്ല. അത് അത്ര മോശമാണ്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്
ഇവിടെ കാശ് കിട്ടാതിരിക്കൽ മാത്രമല്ല, വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ പരമാവധി നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു കുടില തന്ത്രം കൂടി ഇതിലുണ്ട്. അതിൽ മാധ്യമങ്ങൾ അതിന്റെ ഭാഗമായി നിൽക്കുന്നു എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരുടെ മൊത്തം മാധ്യമപ്രവർത്തക സമൂഹത്തിന് മൊത്തമായിട്ട് നാണക്കേട് ഉണ്ടാക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദില്ലിയിൽ നമ്മുടെ മലയാളി മാധ്യമ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്, വലിയ വലിയ മാധ്യമ പ്രവർത്തകരുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രിമാരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളെ കാണുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ കേരളത്തിന് ഈ ഒരു സഹായം, ഈ ഒരു ഉരുൾപൊട്ടലിന് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായതിൻ്റെ സഹായം നൽകുന്നില്ല എന്ന് ചോദിക്കാൻ എത്ര പേരുണ്ട് സജീവൻ? ആന്ധ്രയ്ക്ക് ആരും ചോദിക്കാതെ സഹായം കൊടുക്കുന്നു. ആർക്കും കൊടുക്കുന്നതിൽ നമുക്ക് എതിര് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ നാടിന് കിട്ടേണ്ട അർഹമായ സഹായം ചോദിച്ചു വാങ്ങാൻ ബാധ്യതപ്പെട്ട മാധ്യമ പ്രവർത്തകർ തന്നെ അതിന് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വല്ലാത്ത അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അവരുടെ കർത്തവ്യം എന്ന് പറയുന്നത് രാജ്യത്തിലെ ജനങ്ങൾക്ക്, പിണറായി സർക്കാർ എന്ന് പറയുന്നതോ LDF സർക്കാർ എന്ന് പറയുന്നതൊക്കെ മാറ്റിവെക്കാം. ഇവിടെയുള്ള ജനങ്ങളാണല്ലോ ഇത് ദുരന്തം നേരിട്ട ആളുകള്, ദുരിതം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇവിടുത്തെ ജനങ്ങളാണ്. അവരുടെ കണ്ണീർ ഒപ്പിയിട്ട് പിന്നീട് രാഷ്ട്രീയ കളി മാധ്യമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കില്ല. അത് ഒരു സമാധാനപ്പെടുകയും ചെയ്യും. ഇത്ര കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇവരൊക്കെ പറയുന്നത്. ഇപ്പോഴതല്ല, ഇനി അങ്ങോട്ടേക്കാണ്. ഇപ്പം നഷ്ടങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അവർക്ക് വീട് വേണം, അവർക്ക് തൊഴിൽ വേണം, അവർക്ക് ജീവിക്കാനുള്ള ഇത് വേണം. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ വാർത്ത കാണുന്നതും കേൾക്കുന്നതും അവിടെയുള്ള ദുരന്തം അനുഭവിച്ച കുടുംബത്തിലെ മുഴുവൻ ആളുകളും പോയിട്ട് ഒറ്റയ്ക്ക് ഒക്കെ ജീവിക്കുന്ന എത്രയോ പേരുണ്ടല്ലോ. അവര് കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രത്യാഘാതം എന്തായിരിക്കും? അവരുടെ മാനസികമായിട്ട് അവർ തകർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള എങ്ങനെയെങ്കിലും മനോനില വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനോനിലയും അവരുടെ മനോവീര്യവും ഒക്കെ ഭീകരമായ രൂപത്തിൽ ചവിട്ടിത്താഴ്ത്തുന്ന രീതിയിലേക്ക് അടിച്ചു തകർക്കുന്ന രൂപത്തിലേക്കാണ് ഈ വാർത്ത ഉണ്ടായിട്ടുള്ളത്. യാഥാർത്ഥ്യമാണ് എങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് പറയാം. യാഥാർത്ഥ്യമല്ലേ പറഞ്ഞത്? യാഥാർത്ഥ്യമാണോ ഇല്ലയോ എന്ന് ചിന്തിക്കാനെങ്കിലും, അങ്ങനെ ഒരു വീണ്ടും വിചാരം നടത്താനെങ്കിലും ശ്രമിച്ചിട്ടില്ല. മാധ്യമധർമ്മം എന്ന് പറയുന്നത് കൊടുക്കുന്ന വാർത്ത തെറ്റാവരുത്. തെറ്റായ വാർത്ത, കൺഫേം ചെയ്യാൻ പറ്റാത്ത വാർത്ത, ഇത് ശരിയാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റാത്തൊരു വാർത്ത കയ്യിലുണ്ട് എങ്കിൽ അത് ഒഴിവാക്കിയേക്കുക എന്നാണ്. അതൊരിക്കൽ പോലും വാർത്തയായിട്ട് കൊടുക്കരുത്, അതിന് മറന്നേക്കുക എന്നാണ് മാധ്യമധർമ്മത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ. അവിടെയാണ് നമ്മൾക്ക് ആ തെറ്റാണ് കൊടുത്ത വാർത്ത തെറ്റാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അയ്യോ അങ്ങനെ തെറ്റ് പറ്റിപ്പോയി എന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുന്നത്. ഒരു പക്ഷേ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട്, ഇതിന്റെ ലാഭം ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്നും എന്തെങ്കിലും തരത്തിൽ പങ്ക് പറ്റിയിട്ട ആളുകളായിരിക്കാം നിശബ്ദരായിരിക്കുന്നതാണ് വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ മാധ്യമധർമ്മം അനുസരിച്ച് അവര് തങ്ങൾക്ക് തെറ്റി വന്നിട്ടുള്ള ആ തെറ്റ് അവർ തുറന്നു പറയുകയാണ് ചെയ്യേണ്ടത്. അതുണ്ടാവാതിരിക്കുന്ന ഒരു വലിയ മാധ്യമ ദുരന്തം, മറ്റേ ഈ വയനാട്ടിലുണ്ടായ ദുരന്തത്തിനേക്കാളൊക്കെ അപ്പുറത്ത് വലിയ ഒരു ദുരന്തമാണ് മാധ്യമ ദുരന്തം എന്ന് പറയുന്ന ഈ രീതിയിൽ. ഇങ്ങനെ പോയാൽ നമ്മൾ ഏത് തെറ്റിനെയും ശരിയായിട്ട് അവതരിപ്പിക്കാൻ ഒരു കൂസലുമില്ലാത്ത വിഭാഗമായിട്ട് മാറും. അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ പേടിപ്പെടുന്നത്. കാരണം നാലാം തൂണെന്നൊക്കെ നമ്മൾ പറഞ്ഞ ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും ലെജിസ്ലേച്ചറിനും ഒക്കെ പറ്റുന്ന തെറ്റുകൾ പോലും ചൂണ്ടിക്കാട്ടി അത് തിരുത്താനുള്ള ആർജവം കാണിക്കുന്ന, നിഷ്പക്ഷമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ പക്ഷത്ത് മാത്രം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്കാണ് ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഈ ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്നൊക്കെ പറയുന്ന വിശേഷങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. അതാണ് തകർക്കുന്നത്. ഇനി ആര് വിശ്വസിക്കും? ഇതൊക്കെ ഇതൊക്കെ കള്ളക്കളികളാണെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ വിശ്വസിക്കാതിരിക്കും. അതുകൊണ്ടാണ് PV അൻവറിനെ പോലുള്ള ആളുകളൊക്കെ നേരത്തെ പറഞ്ഞത്, ഇങ്ങനത്തെ തെറ്റായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്ന കാണുമ്പോൾ ഞാൻ MLA അല്ലായിരുന്നെങ്കിൽ കടന്നു ചെന്നിട്ട് ചെപ്പക്കുറ്റി അടിച്ചു പൊളിക്കും. അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്, ഞാൻ ഉപയോഗിക്കുന്ന വാക്കല്ല. അത് അദ്ദേഹം അതേപോലെ ആളുകൾക്ക് തോന്നും. ഇത്തരത്തിൽ തെറ്റായ രൂപത്തിൽ ആളുകൾ വാർത്ത കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളോടുള്ള ഈർഷ്യ വർദ്ധിക്കുകയാണ് ചെയ്യുക. മാധ്യമത്തിൽ പത്രങ്ങൾ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, പത്രത്തിൽ വരുന്നത് ശരിയാണ് എന്നുള്ളൊരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നു. അത് പത്രത്തിൽ വന്നതാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, അത് ഗസറ്റിൽ വന്ന പോലെ തന്നെയാണ് വിചാരിക്കുന്ന
രീതി ആളുകൾ ആ വിശ്വാസം ഉണ്ടായിരുന്ന ആളുകൾ. കാരണം തെറ്റ് പറ്റില്ല, തെറ്റ് പറ്റാത്തൊരു വിഭാഗമാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. അവര് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തീർച്ചയായും അറിയാതെ സജീവൻ, വരുന്ന തെറ്റുകൾ തീർച്ചയായും ഈ പറയുന്നത് പോലെ മാധ്യമ ധർമ്മം എന്ന് പറയുന്നത് അത് ഹൃദയത്തിൻ്റെ കൂടി ഭാഷയാണ്. അത് ഇതുപോലൊരു സന്ദർഭത്തിൽ, ഇതുപോലെ ഒരു വയനാട് ദുരന്തം പോലെ ഒരു വേളയിൽ നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് നിന്ന് അവിടുത്തെ എല്ലാ നഷ്ടപ്പെട്ട മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടുന്ന ഒരു സമയമാണ്. മാധ്യമ വിമർശനത്തിനൊന്നും ആരും എതിരൊന്നുമല്ല. ഏത് വിമർശനവും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സമൂഹം തന്നെയാണ് കേരളത്തിലുള്ളത്. പക്ഷേ അതിനെല്ലാം അതിൻ്റേതായ ഒരു സമയമുണ്ട്. ആ വയനാട്ടിലെ ആ മനുഷ്യർ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ എത്തുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായും തെറ്റും കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു രൂപ പോലും കേന്ദ്രം സഹായം നൽകാത്ത, പിടിച്ചു വച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഈ കുത്തിത്തിരിപ്പ് വേണമായിരുന്നോ എന്ന് ആലോചിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ശ്രീ എ സജീവനും ശ്രീ റഫീഖിനും നന്ദി. ഈവനിംഗ് ഡിബേറ്റ് അവസാനിക്കുന്നു.